ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബെർണോളിസ് തിയറം വെച്ചിട്ട് വെഞ്ചുറി മീറ്റർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. സോ ബെർണോളിസ് തിയറത്തിന്റെ പ്രിൻസിപ്പിളിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ഡിവൈസ് ആണ് ഒറിഫിസ് മീറ്റർ എന്ന് വെച്ചപ്പോൾ ബെർണോളിസ് തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന മൂന്ന് ഡിവൈസ് ആണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ഡിവൈസ് ആണ് വെഞ്ചുറി മീറ്റർ, ഒറിഫിസ് മീറ്റർ, പിറ്റ്യൂട്ടർ. അതിൽ നമ്മുടെ രണ്ടാമത്തെ ഒരു ഡിവൈസ് ആണ് ഒറിഫിസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്ന് ഒറിഫിസ് മീറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഒറിഫിസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിലൂടെയൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. മെജറിമീറ്ററിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സർക്കുലർ ഷേപ്പാണ്. ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പാണ് അതിൻ്റെ ഫ്ലോയുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നോക്കുക, ഇതേപോലെ ഒരു കോൺസെൻട്രിക് സർക്കിളിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ ഫ്ലോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സർക്കിൾ നമ്മളിങ്ങനെ ജസ്റ്റ് കൊണ്ട് നമ്മൾ മീൻസ് ഈ ഒരു ഒറിഫീസ് പ്ലേറ്റ് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ, ചെറിയ ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ 0.5 ഡയമീറ്റർ. പൈപ്പിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹോളിൻ്റെ ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഒരു ഇതായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. അപ്പോൾ ഒറിഫീസ് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ, ഒരു പൈപ്പിലൂടെ ഉള്ള ഫ്ലോയുടെ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിഫീസ് മീറ്റർ ഉപയോഗിക്കുന്നത്. ഇത് വെഞ്ചുറി മീറ്ററിനേക്കാൾ വളരെ ചീപ്പായിട്ടുള്ള ഡിവൈസ് ആണ്. ഇറ്റ് ഓൾസോ വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദാറ്റ് ഓഫ് ദ വെഞ്ചുറി മീറ്റർ. ഏതാണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വിച്ച് ഹാസ് എ സർക്കുലർ ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ കോൾഡ് ഒറിഫീസ്. ഒറിഫീസ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഹോൾ ഉണ്ടാവും, which is concentric with the pipe. The orifice diameter is kept generally 0.5 times the diameter of the pipe. അപ്പോൾ പൈപ്പിന്റെ ഡയമീറ്റർ 0.5 ടൈംസ് ആണ് ഒറിഫീസിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഇത് നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് വേരി ഫ്രം 0.4 ടു 0.8 ടൈംസ് ദ പൈപ്പ് ഡയമീറ്റർ. ഇത്രയും ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ. സോ നമ്മളിവിടെ പൈപ്പിന്റെ അവിടെ നമ്മൾ ഈ ഒറിഫീസ് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഈ ഒരു സർക്കുലർ ഷേപ്പ് കാരണം എന്ത് സംഭവിക്കും? ഈ ഫ്ലോ ഇതുപോലെ ഈ ഒരു ഷേപ്പിലേക്ക് ആ ഫ്ലോയുടെ പ്രൊഫൈല് ചേഞ്ച് ചെയ്യും. കണ്ടോ? അതപ്പം അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പിനിടയ്ക്ക് കൊണ്ട് അതിനേക്കാൾ ചെറിയൊരു ഡയമീറ്റർ ഉള്ള ഒരു ചെറിയൊരു ഹോള് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോയുടെ വെള്ളം ഒഴുകുന്ന ആ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലോട്ട് മാറും. സോ ഈ ഷേപ്പ് എന്താണ്? വെഞ്ചുറി മീറ്റർ കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫ്ലോയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫിസ് മീറ്ററിന്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലെ പ്രഷർ റൈസ്, അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്ലോയുടെ വ്യത്യാസം കാരണം, ഏരിയയുടെ വ്യത്യാസം കാരണം നമുക്ക് അവിടെ പ്രഷർ വേരി ചെയ്യും. പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാകും. ആ പ്രഷർ ഡിഫറൻസ് കാരണം അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിന്റെയും പ്രഷർ ഡിഫറൻസ്, അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ 1, അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന 2 എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ അവിടെ ആ ഒരു രണ്ടാമത്തെ വേറൊരു ഏരിയയിലെ പ്രഷർ ഡിഫറൻസ് കാരണം നമുക്ക് ഇവിടെ യൂട്യൂബ് മാനോമീറ്റർ ലിക്വിഡ് റൈസ് ഉണ്ടാവും. സോ നമ്മൾ ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനിൽ തരും. അപ്പോൾ നമുക്ക് അതുപോലെ കണ്ടുപിടിക്കും. ഒരു ഫിസ് മീറ്റർ ഇതിന്റെ വെഞ്ചുറി മീറ്ററിന് അതേ യൂസ് തന്നെയാണ്, ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എന്താണ് സോ നമ്മൾ ജസ്റ്റ് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഫ്ലോയുടെ എന്താണ് ആം, എങ്ങനെയാണ് നമ്മൾ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.